നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയയിലേക്ക് സ്വാഗതം. ഇന്നു നമുക്ക് രാമായണ കഥകളുടെ അടുത്ത ഭാഗം കേട്ടാലോ? അഥവാ കൂട്ടുകാർ ഇതിനു മുന്നേയുള്ള ഭാഗം കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തേത്. ഹനുമാൻ സീതയെ കണ്ടെത്തിയ സന്തോഷ വാർത്തയുമായി തിരിച്ചു വന്നപ്പോൾ രാമനും ലക്ഷ്മണനും സുഗ്രീവനും വാനരപ്പടയും ആഹ്ലാദിച്ചു. നമ്മൾ ഉടൻ ലങ്കയിലേക്ക് പോകും, സീതയെ രക്ഷിക്കും, അവർ ആർത്തു വിളിച്ചു. വാനരന്മാരും കരടികളും ചേർന്ന വലിയ സൈന്യം തെക്കോട്ട് യാത്ര തുടങ്ങി. അവർ നടന്ന് ഒടുവിൽ വലിയൊരു കടലിൻ്റെ തീരത്തെത്തി. കടൽ കണ്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി. കാരണം ലങ്കയിലേക്ക് പോകാൻ ഈ വലിയ കടൽ കടക്കണം. നമ്മൾ എങ്ങനെ ഈ കടൽ കടക്കും? വാനരന്മാർ ചോദിച്ചു. ഇത്രയും വലിയ പാലം നമുക്കുണ്ടാക്കാൻ കഴിയില്ലല്ലോ. രാമൻ സങ്കടപ്പെട്ടു. അദ്ദേഹം കടലിൻ്റെ ദൈവത്തോട് അഥവാ സമുദ്രദേവനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. രാമൻ 3 ദിവസം തീരത്ത് ഉപവാസം അനുഷ്ഠിച്ചു. കടലിൻ്റെ ദൈവത്തിനോട് ഒരു വഴി കാണിച്ചു തരാൻ അപേക്ഷിച്ചു. പക്ഷേ സമുദ്രദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല. രാമന് ദേഷ്യം വന്നു. ഞാൻ ഈ കടലിനെ വറ്റിക്കും. രാമൻ തൻ്റെ വില്ലെടുത്ത് കടലിനെ വറ്റിക്കാൻ കഴിയുന്നൊരു വലിയ അസ്ത്രം അതിൽ വെച്ചു. രാമൻ്റെ ദേഷ്യം കണ്ട് കടലിൻ്റെ ദൈവം ഭയന്നു. ഉടനെ തന്നെ ദൈവം വലിയ രൂപത്തിൽ രാമൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാമ, എന്നോട് ക്ഷമിക്കണം, ഞാൻ വഴികാട്ടാം. നിങ്ങളെ സഹായിക്കാൻ നളൻ എന്നൊരു വാനരനുണ്ട്. നളൻ എന്ത് സാധനം വെള്ളത്തിലിട്ടാലും അത് പൊങ്ങിക്കിടക്കും. നളനെ കൊണ്ട് നിങ്ങളൊരു പാലം പണിയുക. രാമൻ സമുദ്രദേവന്റെ ഉപദേശം കേട്ട് സന്തോഷിച്ചു. രാമൻ ഉടൻ തന്നെ നളനോട് പാലം പണിയാൻ ആവശ്യപ്പെട്ടു. നളനും വാനരപ്പടയിലെ വീരനായ ഹനുമാനും ചേർന്ന് പാലം പണിയാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വാനരന്മാർ വലിയ വലിയ പാറക്കല്ലുകളും മരങ്ങളും മലകളും താങ്ങി ചുമന്നുകൊണ്ടുവന്നു. നളൻ ആ കല്ലുകൾ രാമന്റെ പേരെഴുതി കടലിലേക്കിട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, സാധാരണ മുങ്ങിപ്പോവേണ്ട കല്ലുകളെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. എല്ലാ വാനരന്മാരും ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്തു. ഹനുമാനും സുഗ്രീവനും വലിയ മലകൾ എടുത്തു കടലിലിട്ടു. ചെറിയ വാനരന്മാർ പാറക്കഷ്ണങ്ങൾ പെറുക്കിക്കൊണ്ടുവന്നു. ഹനുമാൻ ഒരു കുന്നോളം വലിപ്പമുള്ള പാറക്കല്ലുകൾ ഒരേ സമയം ചുമന്നുകൊണ്ടുവന്നു. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കടലിനു കുറുകെ ലങ്കയിലേക്ക് ഒരു വലിയ പാലം തയ്യാറായി. ഈ പാലത്തിൻ്റെ പേരാണ് രാമസേതു. ആ പാലത്തിലൂടെ രാമനും ലക്ഷ്മണനും സുഗ്രീവനും വലിയ വാനരപ്പടയും ലങ്കയിലേക്ക് യാത്രയായി. കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ കഥയുടെ തുടർച്ച നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ.